കോപ്പി അടിക്കരുത്. നിങ്ങളുടെ സ്വന്തം സ്റ്റൈൽ കണ്ടുപിടിക്കാനാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള കുറേ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒരേ സ്വരത്തിൽ പറയണത്. ഇതെന്താണ് ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്റ്റൈലിൽ ഒരു പവർ ഉണ്ട്. അഥവാ നിങ്ങളുടെ ടോൺ, പ്രസൻറ്റേഷൻ, സ്റ്റോറി ടെല്ലിങ്, ഇതിനൊക്കെ ഒരു പവർ ഉണ്ട്. ഇപ്പം നിങ്ങളുടെ ഈ ഒരു സ്റ്റൈൽ ഒരാൾ കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അത്രയും പെർഫെക്റ്റോ ജെന്യുവനോ ഒതൻറ്റിക്കോ ഒന്നും ആവില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു വീഡിയോ ക്രിയേറ്ററിന് ഒരു യുണീക്ക് സ്റ്റൈലുണ്ട്. ആ ഒരു സ്റ്റൈൽ നമുക്ക് കോപ്പി അടിക്കാൻ പറ്റും. കോപ്പി അടിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയണില്ല, കോപ്പി അടിക്കാൻ പറ്റും. നമുക്ക് കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ ലോങ് ടേമിൽ നമുക്ക് വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടാക്കില്ല. അതിന് പകരം വീഡിയോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നും അറിയാനുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, എക്സ്പേർട്ടായിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഹുക്ക്, സ്റ്റോറി ടെല്ലിങ്, കോണ്ടന്റ് ഫോർമാറ്റ്, ഇതൊക്കെ കോപ്പി അടിക്കുക. ഇവിടെ ഞാൻ കോപ്പി അടിക്കാൻ ഉദ്ദേശിച്ചത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ കോപ്പി അടിയല്ല. ഇവിടെ നമുക്ക് കോപ്പി അടിക്കുന്നത് പഠിക്കാൻ വേണ്ടിയാണ്. അവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ കോപ്പി അടിച്ച് നമ്മൾ ട്രൈ ചെയ്ത് കുറേ ലേണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതെന്ത് ചെയ്യുക, എന്നിട്ട് നമ്മുടെ കോണ്ടന്റ് ക്രിയേഷനിൽ അപ്ലൈ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാൻ പയ്യെ നമ്മുടെ സ്റ്റൈല് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ അത്ര സിമ്പിളാണെന്ന് പറയണില്ല നമ്മുടെ സ്റ്റൈൽ കണ്ടുപിടിക്കൽ, പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ലോകത്ത് കുറേ ക്രിയേറ്റേഴ്സ് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞാനും സ്റ്റിൽ എൻ്റെ സ്റ്റൈൽ കണ്ടുപിടിച്ചിട്ടിരിക്കുകയാണ്, ഡിഫറെൻറ്റ് കാര്യങ്ങൾ ചെയ്ത്. സോ കോപ്പി അടിക്കാതിരിക്കുക, നിങ്ങളുടെ സ്വന്തം സ്റ്റൈല് കണ്ടുപിടിക്കുക. അതാണ് ഞാൻ ഒരു വീഡിയോയിലൂടെയും എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെയും ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്.